നമസ്കാരം. ഞാൻ ഇന്ന് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ചാണ് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. പുരുഷ ഹോർമോൺ എന്ന് പറയാൻ കഴിയില്ല, സ്ത്രീകളിലും ആ ഹോർമോൺ കണ്ടുവരുന്നുണ്ട്. രണ്ടു കൂട്ടരിലും ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുന്നതിലും ലൈംഗിക പ്രവർത്തികൾക്കും ഈ ഹോർമോൺ ആവശ്യമായിട്ടുള്ളതാണ്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. എന്താണ് ടെസ്റ്റോസ്റ്ററോൺ? ഇത് കേവലം ഒരു ലൈംഗിക ഹോർമോണായിട്ടാണ് നാം എല്ലാവരും കരുതുന്നത്. അത് തെറ്റാണ്. ലൈംഗിക ഹോർമോൺ മാത്രമല്ല, ലൈംഗികമായിട്ട് ഇതിന് ഒട്ടനവധി കർമ്മങ്ങൾ നിർവഹിക്കുവാനുണ്ട്. എന്നിരുന്നാലും ലൈംഗിക ഹോർമോൺ മാത്രമല്ല ഇത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മസിൽ പവർ, അതായത് ഒരു മസിൽമാൻ ആക്കുന്നതിൽ, ഒരു ആണത്തം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുടി വളർച്ചയ്ക്ക്, മുടി നല്ല ദൃഢമാക്കുന്നതിന് പങ്കുവഹിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ലൈംഗികതയുണ്ട്, ലൈംഗികത മാത്രമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് ഒട്ടനവധി ധർമ്മങ്ങൾ ടെസ്റ്റോസ്റ്ററോണിനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലുകൾക്ക്, അതായത് അസ്ഥികൾക്ക് നല്ല ബലമുണ്ടാക്കുന്ന കാര്യത്തിൽ ടെസ്റ്റോസ്റ്ററോൺ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊരു വഴക്കാളി ഹോർമോണാണ്. അതായത് വഴക്കുണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് നേച്ചർ കാണിക്കുന്നതിൽ ഈ ഹോർമോണിന് വളരെയധികം പങ്കുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു 18 വയസ്സായ ചെറുപ്പക്കാരൻ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ നീ എങ്ങോട്ടാടാ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവരോട് വഴക്കുണ്ടാക്കുവാനുള്ള പ്രവണത ഈ ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഒരു 45 or 50 വയസ്സായ വ്യക്തി അത് ഗൗനിക്കാതെ പോവുകയും ചെയ്യും. ഇതിൻ്റെ കാരണം ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വളരെയധികം ആ പ്രായത്തിൽ കൂടുതലാകുന്നതുകൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതോടുകൂടി പക്വത വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പക്വത വരുന്നത് അതുകൊണ്ട് മാത്രമല്ല, അനുഭവങ്ങളും അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമാണല്ലോ. ഇനി ടെസ്റ്റോസ്റ്ററോണിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ ഉപകാരം, അതായത് വലിയൊരു കാര്യം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ചിന്തിക്കുവാനുള്ള ശക്തി ഉണ്ടാക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാക്കുന്നതും ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ തന്നെയാണ്. ടെസ്റ്റോസ്റ്ററോൺ ഇല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതികൾ മാറിപ്പോകുന്നു, നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവില്ലാതാകുന്നു. അങ്ങനെ ഒട്ടനവധി ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു ഹോർമോണിനെ നമ്മളെല്ലാവരും കൂടി ഒരു വെറും ലൈംഗിക ഹോർമോണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതില്ലെങ്കിലോ, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുകയാണെങ്കിലോ തീർച്ചയായും ലൈംഗികതയെ അത് ബാധിക്കും. ലൈംഗികതയെ ബാധിക്കുക മാത്രമല്ല, അതുകൂടാതെ പൊണ്ണത്തടി, ഒരു പിത്തത്തടി അതുപോലുള്ളൊരു അവസ്ഥയിലേക്ക് പോകും. ഒന്നിനും ഒരു ഊർജ്ജസ്വലത ഉണ്ടാവില്ല, ഒരു കാര്യവും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല. അത്തരം അവസ്ഥയാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ലൈംഗികമായിട്ടുള്ള ഒരു ഹോർമോണായി മാത്രം ഇതിനെ കാണരുത്. മാത്രമല്ല, ടെസ്റ്റോസ്റ്ററോൺ തീരെ ഇല്ലാത്ത വ്യക്തികളുടെ അസ്ഥികൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അവർക്ക് അസ്ഥികൾക്ക് ബലമുണ്ടാകുകയില്ല, രോമ വളർച്ച വേണ്ട രീതിയിൽ ഉണ്ടാകുകയില്ല. പിന്നെ ഒരു സുന്ദര പുരുഷനെ വാർത്തെടുക്കുന്നതിൽ, അല്ലെ ദൃഢഗാത്രനായ ഒരു പുരുഷനെ വാർത്തെടുക്കുന്നതിൽ ടെസ്റ്റോസ്റ്ററോൺ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അതായത് ഒരു പുരുഷൻ്റെ ആകർഷണീയമായ തൊലി, മുടി ഇതെല്ലാം വളരെ വൃത്തിയായി, അതായത് ഒരു ആകർഷണീയത ഉണ്ടാക്കുന്നതിലും ടെസ്റ്റോസ്റ്ററോൺ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? സാധാരണ രീതിയിൽ നാം ലാബറട്ടറിയിൽ പോയി പരിശോധിക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് 2.5 മുതൽ 10 വരെ എന്നൊക്കെ കാണും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, പല വ്യക്തികളിലും ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. അഥവാ ടെസ്റ്റോസ്റ്ററോൺ ത്രെഷ്ഹോൾഡ് ഉണ്ട്, ഒരു ത്രെഷ്ഹോൾഡ് വാല്യൂ അതിനുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 6 or 7 ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഇല്ലാതെയായി കാണാം. അതേസമയത്ത് ചിലർക്കൊരു 3 മാത്രമാണ് അതിൻ്റെ യൂണിറ്റ് എങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ കഴിയുന്നുണ്ട്, നല്ല ഇതിൻ്റെ ആരോഗ്യ ദൃഢഗാത്രനായി കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഓരോ വ്യക്തിയിലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പല രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്. അഥവാ ത്രെഷ്ഹോൾഡ് വാല്യൂ അതിനുണ്ട് എന്ന് കരുതി ടെസ്റ്റോസ്റ്ററോൺ വാല്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തീരെ കുറവാണെങ്കിൽ രോഗികളോട് ചോദിക്കേണ്ടതുണ്ട് അവർക്ക് ലൈംഗികമായിട്ട് എങ്ങനെയുണ്ട്, മറ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്. അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ തെറാപ്പി ചെയ്യേണ്ടതുള്ളൂ. ആ സമയത്ത് വളരെ കുറഞ്ഞ ലെവലിലുള്ള ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, അദ്ദേഹത്തിന് മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നാം ചാടിക്കറി ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഗുളികകളോ കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെയാണ് ശരീരത്തിൽ
പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് ഈ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുവാൻ വല്ല മാർഗമുണ്ടോ, അഥവാ അത് കുറവുള്ളവർക്ക് അത് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ആഹാര രീതിയുണ്ടോ, വ്യായാമ രീതിയുണ്ടോ, എന്തെങ്കിലും മറ്റു മാർഗങ്ങളുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്ററോൺ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് 3 രീതിയിൽ കഴിയും. ഒന്ന്, ആഹാര രീതിയിൽ എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ ഉയരുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ വ്യായാമം, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഉയർന്നു വരുന്നതായി കാണാം. ഇനി മറ്റൊരു കാര്യം, ഉറക്കം. നല്ല രീതിയിൽ ഒരു 8 മണിക്കൂറോ മിനിമം ഒരു 6 മണിക്കൂറോ ഉറങ്ങുന്ന വ്യക്തികളിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടി വരുന്നതായി കാണാം, അഥവാ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായി കാണാം. ഇനി ആഹാരത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആഹാരം ഞാൻ സാധാരണഗതിയിലുള്ള നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരത്തിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. എന്നിരുന്നാലും തേനിനകത്ത് ബോറോൺ അടങ്ങിയിട്ടുണ്ട്. അത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുവാൻ ഉപകരിക്കുന്നുണ്ട്. എല്ലാവരും പറയാറുണ്ട് വെളുത്തുള്ളി ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുമെന്ന്. വാസ്തവത്തിൽ വെളുത്തുള്ളി നല്ല ഘടകമാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുന്നതിന്. പക്ഷേ വെളുത്തുള്ളി ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്നതിലല്ല, കോർട്ടിസോൺ എന്ന ഒരു ഹോർമോണുണ്ട്. അത് അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നാണ് പുറപ്പെടുവിക്കുന്നത്. നമുക്കെന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടാകുമ്പോഴോ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴോ ഈ ഹോർമോൺ ശരീരത്തിലേക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഹോർമോണും ടെസ്റ്റോസ്റ്ററോണും ഒരേ ഫാക്ടറിയിൽ നിന്ന്, അതായത് അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ, അലിസിൻ എന്ന് പറയുന്ന അത്തരം ഒരു ഘടകം ഈ കോർട്ടിസോണിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് അവിടെ കൂടുതലായി ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഇനി മുട്ടയിൽ വൈറ്റമിൻ D3 ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രോട്ടീനുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കുരു, നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത്തരം മുട്ടയുടെ മഞ്ഞക്കുരുവിൽ ഈ ഘടകങ്ങളുള്ളതുകൊണ്ട് അതും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുവാൻ കൂടുതലായി സഹായിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാവരും കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഭയപ്പെടാറുണ്ട്. വാസ്തവത്തിൽ കൊളസ്ട്രോളിൽ നിന്നാണ് ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും അതുപോലെയുള്ള ഹോർമോണുകൾ ഉണ്ടാകുന്നത് എന്നൊരു വസ്തുത കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞു തരട്ടെ. അപ്പോൾ കൊളസ്ട്രോൾ അടങ്ങിയ ചില പദാർത്ഥങ്ങൾ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതുകൂടാതെ ചീര നല്ലൊരു പച്ചയിലകളിൽ കൂടുതലായി ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതുവഴിക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, മാതള നാരങ്ങയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മറ്റു നാരങ്ങകളും എല്ലാം തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനത്തിന് ഉപകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചൂര മത്സ്യം അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ആഹാരം പദാർത്ഥങ്ങൾ ആ രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുകയില്ല. ലൈംഗികമായിട്ടും ലൈംഗികം മാത്രമല്ല പുരുഷത്വവും നിലനിർത്തുവാൻ അത് സഹായിക്കുന്നുണ്ട്. ഇനി അപ്പോൾ സ്ത്രീകളിലും കുറഞ്ഞ ലെവലിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അതുകൊണ്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അവരിലും മീശ വരുന്നതായി കാണാം, അതുപോലെ അസ്ഥാനത്തൊക്കെ രോമം ഉണ്ടാകുന്നതായി കാണാം. എന്നാൽ ലൈംഗികമായിട്ടുള്ള അവരുടെ അഭിവാഞ്ചയ്ക്കും അവരുടെ ആസക്തിക്കുമെല്ലാം ടെസ്റ്റോസ്റ്ററോൺ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈസ്ട്രോജനും അതിനകത്ത് ആവശ്യമാണ്. എന്നിരുന്നാലും ടെസ്റ്റോസ്റ്ററോണിന് അതിൻ്റേതായ റോളുണ്ട്. അപ്പോൾ സ്ത്രീകളും ഈ ആഹാരം കഴിക്കുന്നുണ്ട്. അമിതമായി ടെസ്റ്റോസ്റ്ററോൺ കൂടി പോവുകയൊന്നുമില്ല, നല്ലതാണെന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്കും ലൈംഗിക താല്പര്യം കുറവുള്ള സ്ത്രീകൾക്കുമൊക്കെ ഇത്തരം ആഹാര രീതിയിലേക്ക് പോകാവുന്നതാണ്. ഇനി ഞാൻ വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞു. വ്യായാമം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യുന്ന വ്യക്തികളിൽ ടെസ്റ്റോസ്റ്ററോൺ അതായത് മസിൽ പവർ കൂടുന്നു, എല്ലുകളുടെ ശക്തി കൂടുന്നു, ഇതെല്ലാം കാണപ്പെടുന്നുണ്ട്. വ്യായാമം ചെയ്യാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പിണ്ണത്തടി കാണാം. അങ്ങനെയുള്ള വ്യക്തികളിൽ ലൈംഗിക ആസക്തിയും ലൈംഗിക താല്പര്യവും ഒന്നും ഉണ്ടാകുന്നതായി കാണപ്പെടാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. ഇനി നല്ല ഉറക്കം ടെസ്റ്റോസ്റ്ററോണിന് ആവശ്യമാണ്. മാത്രമല്ല ഉറക്കത്തിൽ രാവിലെ ഒരു 3 മണി 4 മണി ആകുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടി വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വീണ്ടും കുറയാൻ തുടങ്ങുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉറക്കം നല്ല രീതിയിൽ വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കപ്പോഴും പുരുഷൻ്റെ ലിംഗം ഉയർന്നു നിൽക്കുന്നത്, ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുന്നു. മറ്റ് പല കാരണങ്ങളുമുണ്ട്, എന്നാലും ഇത് അതിനകത്ത് ഒരു കാരണമാണ്. ഇനി നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ കാര്യത്തിൽ ഇത് കുറവുള്ളവരിൽ എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിന് മരുന്നുകളുണ്ടോ, അതുപോലെ ഏത് രീതിയിലുള്ള മരുന്നുകളാണ് നൽകേണ്ടത്?
സാധാരണഗതിയിൽ ഡയറക്റ്റായിട്ടുള്ള മരുന്നുകൾ നൽകുന്നതല്ല അതിന് ഉത്തമം. കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ ഗുളികകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ഡയറക്റ്റായി നൽകുകയാണെങ്കിൽ, അത് നേരിട്ട് ആ രീതിയിലേക്ക് നൽകുകയാണെങ്കിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നിർത്തുന്നതോടുകൂടി വീണ്ടും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വളരെയധികം കുറയുന്നതായി കാണാം. മാത്രമല്ല കുട്ടികളാകാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുളികകൾ നൽകുകയാണെങ്കിൽ അവർക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതോടുകൂടി ബീജാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, ബീജാണുക്കളുടെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി സൂചിപ്പിച്ചു, ടെസ്റ്റോസ്റ്ററോൺ ബീജാണുക്കളുടെ, ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ടെസ്റ്റോസ്റ്ററോൺ ബീജാണുക്കളുടെ അളവ് വളരെയധികം കൂട്ടുന്ന ഒരു ഹോർമോണാണ്. തീരെ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലെങ്കിൽ ബീജാണുക്കൾ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കുന്നത്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അവിടെ നിന്ന് അതിനെന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ, തകരാറുണ്ടാകുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയും. അതിന് ടെസ്റ്റോസ്റ്ററോൺ മാത്രം നൽകുകയല്ല, ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ എന്താണ് തകരാറ്, അത് സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകളും ചെയ്തിട്ട് നാം നോക്കേണ്ടതുണ്ട്. അതാണ് അതിനകത്ത് ഉള്ള മറ്റൊരു വസ്തുത. ഇനി ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊളസ്ട്രോളിൽ നിന്നാണെന്ന് പറഞ്ഞു. കൊളസ്ട്രോളിൽ നിന്ന് DHEA ഉണ്ടാകുന്നു. DHEA എന്ന ഹോർമോണിൽ നിന്ന് ഒരു ഭാഗം ഈസ്ട്രോജൻ ഉണ്ടാകുന്നു, മറുഭാഗം ഇതിലേക്ക് വരുന്നു, ടെസ്റ്റോസ്റ്ററോണായി മാറുന്നു. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനത്തിന് നാം ആഹാര രീതി പറഞ്ഞു, വ്യായാമം പറഞ്ഞു, നല്ല ഉറക്കം പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും ശരിയാകാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ആവശ്യം മാത്രമാണ്, അതായത് പ്രത്യുൽപാദനം, അതായത് കുട്ടികളൊക്കെ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഇഞ്ചക്ഷനോ ഗുളികയോ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പാച്ചുകൾ വരുന്നുണ്ട്, തൊലിയിൽ ഒട്ടിക്കാനുള്ളത് വരുന്നുണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. ഇന്ത്യയിലെല്ലാം ലഭ്യമായിട്ടില്ല. എന്നിരുന്നാലും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് ശരിയായി നിൽക്കുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻ വിദേശ രാജ്യങ്ങളിൽ, അതായത് അമേരിക്കയിലും മറ്റും നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് വളരെയധികം ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ചികിത്സിക്കേണ്ടി വരാറുമുണ്ട്. ഇനി ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന് ടെസ്റ്റോസ്റ്ററോൺ വളരെയധികം ആവശ്യമാണ്. ആ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അത് ബ്രെയിനിലും പ്രവർത്തിക്കുന്നുണ്ട്, ലിംഗത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ. അതുകൊണ്ട് ബ്രെയിനിൽ അത് സ്റ്റിമുലേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ലിംഗത്തിൽ അത് ദൃഢതയ്ക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്ത ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നാം നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള എല്ലാം പരാജയപ്പെടുമ്പോൾ മറ്റു രീതിയിലുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഗുളിക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പാച്ചസ് ഇതെല്ലാം വഴി ചികിത്സിച്ചത് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. സാധാരണ രീതിയിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ എത്തപ്പെടുന്ന പല രോഗികളിലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിന് ടെസ്റ്റോസ്റ്ററോൺ ഏത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളതിന് ആദ്യപടിയായി ഞങ്ങൾ സ്വീകരിക്കുന്നത് ആഹാരവും ശരിയായിട്ടുള്ള ഉറക്കവും അതുപോലെ മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ അത് കുറയ്ക്കലും, അതുകൂടാതെ എന്താണെന്ന് വെച്ചാൽ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ ഗുളികകളിലേക്ക് പോകാറുള്ളൂ. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരിതുണ്ട്, നായ്ക്കുറണപ്പൊടി, അമുക്കുരം, ഇങ്ങനെയുള്ള ഈ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചില ഔഷധങ്ങളുണ്ട്. അതും ടെസ്റ്റോസ്റ്ററോൺ ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. അതിവിടെ പറയാതെ പോകുന്നത് തെറ്റാണ്. കാരണം അത് നമ്മൾ സാധാരണ ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നായ്ക്കുറണപ്പൊടി കഴിച്ചാൽ എൻ്റെ ലൈംഗികത വീണ്ടെടുക്കാൻ കഴിയും. പക്ഷേ അത് മാത്രം പോരാ, അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. വെറും ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ടെസ്റ്റോസ്റ്ററോൺ നോർമലായ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ചികിത്സ നൽകിയിട്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടാത്തത് അതുകൊണ്ടാണ്. ഇനി ഒരു വ്യക്തിക്ക് ലൈംഗികാസക്തി അമിതമാക്കുവാൻ വേണ്ടി ടെസ്റ്റോസ്റ്ററോൺ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുകയോ ചെയ്യാമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ദോഷഫലങ്ങളാണ് ഉണ്ടാകുക. അദ്ദേഹത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാകുകയും ഭാവിയിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കും പോകും. ടെസ്റ്റോസ്റ്ററോൺ നോർമലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ തെറാപ്പി ഒരിക്കലും ചെയ്യരുത്. ഇനി സ്ത്രീകളിൽ കണ്ടുവരുന്ന ആർത്തവ വിരാമം പോലെ പുരുഷന്മാരിലും ആൻഡ്രോപ്പോസ് എന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ലൈംഗികതയ്ക്കൊരു വിരാമം വരുന്ന 30 വയസ്സിന് ശേഷം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഓരോ വർഷവും കുറഞ്ഞു വരുന്നതായി കാണാം. അങ്ങനെ എത്തുമ്പോൾ ഒരു 45, 50, 60 വയസ്സാകുമ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്ററോൺ വേണ്ടത്ര ഇല്ലാത്ത അല്ലെങ്കിൽ പോരായ്മ വരുന്ന ഒരു അവസ്ഥ വരാം. ഇതിനാണ് ആൻഡ്രോപ്പോസ് എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കുവാൻ സാധാരണ ഇതിൽ അല്ലെങ്കിൽ ആൻഡ്രോപ്പോസിനെ നമ്മൾ ഒഴിവാക്കുവാൻ വേണ്ടി ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയേക്കാളും നല്ലത് നേരത്തെ തന്നെ നമ്മളിതിനെ മനസ്സിലാക്കി, അതായത് നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി സ്ഥിരമായി വ്യായാമം ചെയ്യുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഹാരങ്ങൾ കഴിക്കുക, അതിനനുസരിച്ച് നല്ല ഉറക്കത്തിലേക്ക് പോവുക, മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുക. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്ലിനിക്കിൽ എത്തുന്ന പല വ്യക്തികൾക്കും ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തി, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നടത്തി ആ രീതിയിലുള്ള ലൈംഗികത വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. പ്രായമാകും തോറും പ്രമേഹം വരാം, പ്രഷർ വരാം, കൊളസ്ട്രോൾ വരാം. അതുപോലെ തന്നെ സ്വാഭാവികമായും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് ലൈംഗികത നഷ്ടപ്പെടുന്നത്. അപ്പോൾ ലൈംഗികത നഷ്ടപ്പെടുന്നതിന് ടെസ്റ്റോസ്റ്ററോൺ ചികിത്സ മാത്രം പോരാ, എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. നമ്മൾ ഒറ്റയടിക്ക് എടുത്ത് ചാടുകയല്ല വേണ്ടത്. എനിക്ക് ഇത്ര വയസ്സായി, എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്, അതുകൊണ്ട് ഞാനിതാ ടെസ്റ്റോസ്റ്ററോൺ തെറാപ്പി അങ്ങ് ചെയ്തേക്കാം, ഏതെങ്കിലും ഗുളിക ഇതിൽ പോയി വാങ്ങിയേക്കാം, മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിയേക്കാം. ഇന്ന് സാധാരണഗതിയിൽ വളരെയധികം ഗുളികകൾ ആയുർവേദത്തിലും എല്ലാത്തിലും ഈ പേര് ഉപയോഗിച്ച് ടെസ്റ്റോ ക്യാപ്പ് അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കണ്ടൻറ് എന്താണെന്നോ, ഇത് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുമോ അല്ലെങ്കിൽ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള വ്യക്തമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നടത്തി കഴിഞ്ഞതിന് ശേഷമേ അത്തരം ഗുളികകളിലേക്ക് പോകാവുള്ളൂ. ഏതെങ്കിലും ലാബറട്ടറിയിൽ നിന്ന് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവായി കാണുകയാണെങ്കിലും അത് വീണ്ടും 2 or 3 തവണ പരിശോധിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മാത്രമല്ല, കഴിയുന്നതും രാവിലെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉചിതമായിരിക്കും ആ റിപ്പോർട്ട്. ഇനി ചികിത്സയുടെ കാര്യത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ചികിത്സ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ലൈംഗിക ശേഷി കുറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ ചെയ്ത് ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതില്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തുന്നതിലാണ് നമുക്ക് ആരോഗ്യപരമായി നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യം. അതല്ലാതെ എല്ലാത്തിനും ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതിനേക്കാളും നാം സ്വയം അതിനെ, അതായത് വ്യായാമത്തിൽ കൂടിയും ഉറക്കത്തിൽ കൂടിയും, നല്ല ഉറക്കത്തിൽ കൂടിയും അതുപോലെ തന്നെ ഇതിൻ്റെ ആഹാരങ്ങളിൽ മാറ്റം വരുത്തിയും നമുക്ക് ടെസ്റ്റോസ്റ്ററോണിനെ വീണ്ടെടുക്കുവാൻ കഴിയും. ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ഇത് കോഴിക്കോട് ജില്ലയിൽ വയനാട് റോട്ടിൽ കുന്നമംഗലം പന്തീർപ്പാടത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ഈ നമ്പറിലേക്ക്, ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക്, അതായത് 7902-700-700 എന്ന നമ്പറിലേക്ക് ISRM എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ ഞങ്ങൾ സൗജന്യമായി 3 ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഫോൺ വഴി ദയവ് ചെയ്ത് ചോദിക്കരുത്. ഫോൺ ഞങ്ങൾക്ക് ഈ രീതിയിൽ ഉത്തരം നൽകുവാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ വോയിസ് മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ ഇടുക. തീർച്ചയായും നിങ്ങൾക്ക് സൗജന്യമായി മറുപടി നൽകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.